ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസാണ് നോക്കുന്നത്. കുറച്ച് സിംറ്റംസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിസിബിൾ മോർഫോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിസീസ് എക്സിബിറ്റഡ് ബൈ എ ഡിസീസഡ് പ്ലാന്റ്. ഒരു അസുഖമുള്ള ഒരു ചെടി അതിന് പുറത്ത് കാണിക്കുന്ന ഒരു മോർഫോളജിക്കൽ ചേഞ്ചുകളെ പറയുന്ന പേരാണ്, മോർഫോളജിക്കൽ മാനിഫെസ്റ്റേഷനെ പറയുന്ന പേരാണെന്ത്, അതിൻ്റെ നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ സിംറ്റംസ് എന്ന് പറയാം. അതായത് രോഗലക്ഷണങ്ങൾ. ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സൈനാണ്, ആ ഡിസീസിൻ്റെ എക്സ്റ്റേണൽ. എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെന്ന് ആ ചെടി പുറത്ത് കാണിക്കുന്ന ആ ഒരു സൈനുകളാണ് എന്ത്, എക്സ്റ്റേണൽ സൈനുകളാണ് എന്ത് സിംറ്റംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫിസിക്കൽ ചേഞ്ചസ്, അബ്നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് എന്ത് ഈ പാത്തോജനിക് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ സിംറ്റംസ് ഉണ്ടാവുന്നത്. ഈ എല്ലാ സിംറ്റംസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുക, സിൻഡ്രോം എന്ന് പറയാം. ഓരോ സിംറ്റംസ് എന്ന് പറയുന്നത്, മോസ്റ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസീസ് സ്പെസിഫിക് ആയിരിക്കും. അതിന് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിസീസിനും ഒരു പ്രത്യേക സിംറ്റംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരേപോലത്തെ സിംറ്റംസ് കാണിക്കുന്ന ഡിസീസുകളും ഉണ്ട്. അപ്പോൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോറോസിസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ യെല്ലോയിങ് ഓഫ് ലീവ്സ് ആണ്. ലീവ്സ് യെല്ലോ കളറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ക്ലോറോസിസ് എന്ന് പറയുക. ഇതെന്താണെന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റ്, അതായത് ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനിലുള്ള കുറവുകൊണ്ടാണ് ഈ ഒരു യെല്ലോയിങ് വരുന്നത്. എന്തെങ്കിലും ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാത്തോജൻ അതിൻ്റെ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ എന്തോ രീതിയിൽ ബാധിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ക്ലോറോഫിലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത്. അതുവഴി എന്ത് സംഭവിക്കുന്നുണ്ട്, ലീഫ് യെല്ലോ കളറായിട്ട് മാറുന്നുണ്ട്. അതിനാണ് നമ്മൾ ക്ലോറോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, നെക്രോസിസ്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ സെല്ലുകളുടെ ഡെത്തിനെയാണ് എന്ത് പറയുക, നെക്രോസിസ് എന്ന് പറയുക. ഒന്നോ അതിലധികമോ സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്, ഒരു ചെറിയ ഭാഗം തന്നെ ഭാഗത്തുള്ള സെല്ല് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയാം. പ്ലാന്റ് ജീവനോടുണ്ടെങ്കിലും അതിൻ്റെ ചില പാർട്ട് മാത്രം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ചില സെല്ലുകൾ മാത്രം നശിച്ചു പോകുന്നത്. അതിനെയാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ആണ് പ്ലാന്റ് ഡിസീസിലെ. അത് മെയിനായിട്ട് ഫംഗൽ ഡിസീസിലാണ് ഈ ഒരു സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നത്. ഫംഗൽ പാരസൈറ്റാണ് കൂടുതലായിട്ട് ഈ ഒരു നെക്രോസിസ് കാണിക്കുന്നത്. ചില ബാക്ടീരിയയും നെക്രോസിസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഡെത്ത് ഓഫ് വൺ ഓർ മോർ സെൽസ് അല്ലെങ്കിൽ ഒരു സ്മോൾ പാർട്ട്, അതിൻ്റെ ഡെത്തിനെയാണ് എന്ത് പറയുന്നത്, നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറോസിസും നെക്രോസിസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഈ ക്ലോറോസിസ് എന്ന് പറയുന്നത് എന്താണ്, യെല്ലോയിങ് ഓഫ് ലീഫാണ്. മറ്റേ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് വൺ ഓർ മോർ സെൽസ് അല്ലെങ്കിൽ ഒരു സ്മോൾ പാർട്ട്. അതാണ് എന്താ നെക്രോസിസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് എന്താ, സ്പോട്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ആയിട്ട് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഗ്രേ സ്പോട്സ് ഓഫ് ഡെഡ് ടിഷ്യൂ ഓൺ ലീവ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മേലെ സ്പോട്ടുകൾ കാണാം. ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ റെഡോ യെല്ലോയോ അല്ലെങ്കിൽ ഗ്രേയോ ആയിട്ടുള്ള സ്പോട്സ്, ഡെഡ് ടിഷ്യൂവിൻ്റെ സ്പോട്ട് കാണുന്നതിനാണ് നമ്മൾ സ്പോട്സ് എന്ന് പറയാം. സ്പോട്സ് ഓരോ പാടുകൾ, അതായത് ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, ആ ഭാഗത്ത് ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂവിന് ഇങ്ങനത്തെ കളറുകളായിരിക്കും, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രേ ആയിട്ടുള്ള ഇങ്ങനത്തെ കളറിലുള്ള ചെറിയ സ്പോട്ടുകൾ കാണും. ഇതെന്ന് പറയുന്നത് ചിലതിൽ ടാർ സ്പോട്ട് കാണാറുണ്ട്. ലീഫ് സ്പോട്ടിൽ ഏറ്റവും എന്താണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളതാണ് ടാർ സ്പോട്ട്. അതായത് ഒരു ടാറിൻ്റെ ഡ്രോപ്പ് ആ ഇലയിൽ വീണ പോലത്തെ സ്പോട്ടുകൾ കാണാറുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, ചില കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ഷ്രിങ്ക് ചെയ്തിട്ട് അവിടുന്ന് ഡിറ്റാച്ച് ആയിട്ട് അവിടെ ഒരു ഹോള് ഫോം ചെയ്യും. ആ ഹെൽത്തി ടിഷ്യൂന്ന് ആ ബാക്കി വന്ന ഡെഡ് ആയിട്ടുള്ളത് എന്ത് സംഭവിക്കും,
നശിച്ചു പോയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്താണ്, അവിടെയുള്ള എല്ലാ പോർഷനും പോയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഹോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, റോട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ആൻഡ് റാപ്പിഡ് ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് സെല്ല്. മറ്റേത് നമ്മൾ പറഞ്ഞു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഗ്രേ സ്പോട്ട്, ഡെഡ് ടിഷ്യൂവിൻ്റെ ഗ്രേ സ്പോട്ട് ലീവ്സിൽ ചെമ്മിലൊക്കെ കാണുന്നതിനെയാണ് സ്പോട്സ് എന്ന് പറയാം. റോട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ റാപ്പിഡ് ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് സെല്ലിൻ്റെ റാപ്പിഡ് ഡെത്തും ഡീകമ്പോസിഷനും നടക്കുന്ന, ലാർജ് സ്കെയിൽ ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ നടക്കുന്നതിനെയാണ് റോട്ട് എന്ന് പറയുക. അതായത് ആ ഒരു മൊത്തം ഒരുപാട് സെല്ലുകൾ എന്ത് ചെയ്യും, ഡീകമ്പോസ് ആയിപ്പോവും, ചീഞ്ഞു പോകുന്ന ആ ഒരു റോട്ട് എന്ന് പറഞ്ഞാൽ ചീയുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അത് എന്താണ്, ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ബ്രൗൺ കളറായിട്ട് മാറും. റോട്ട് ഉണ്ട്, ലീഫ് റോട്ട് ഉണ്ട്, സ്റ്റെം റോട്ട് ഉണ്ട്, ബഡ് റോട്ട് ഉണ്ട്, ഫ്രൂട്ട് റോട്ട് ഉണ്ട്, അങ്ങനെ പല റോട്ടുകളുണ്ട്. ഇത് ഫഞ്ചൈയും ബാക്ടീരിയയാണ് ഇത് കൂടുതലായിട്ട് കോസ് ചെയ്യുന്നത്, ഈ റോട്ട്സ് ഗ്രോസ് ചെയ്യുന്നത്. അതായത് ആ ഒരു മൊത്തം ഭാഗം എന്ത് ചെയ്യും, ചീഞ്ഞു പോകും. റാപ്പിഡ് ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് സെൽസ് ആണ് എന്താ, റോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എന്ത്, കാങ്കർ നമുക്കറിയാം എന്താണ്, നമ്മൾ സിട്രസ് കാങ്കർ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്. അവിടെ ഒരു ബാർക്ക് ഓഫ് നെക്രോട്ടിക് ലെഷൻ ഇൻ ദ ബാർക്ക് ഓർ കോർട്ടെക്സ് ഓഫ് വുഡി ഹെർബേഷ്യസ് സ്റ്റെമ്മിൽ ഒരു നെക്രോട്ടിക് ലെഷൻസ് ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞു ലെഷൻസ്, എന്നിട്ട് അതെന്താവും, കോർക്കി ആയിട്ട് മാറും. ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞില്ലേ കാങ്കർ, അതാണ് എന്താ കാങ്കേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, ലാർജ് നെക്രോട്ടിക് ലെഷൻസ് ഓൺ ബാർക്ക് അല്ലെങ്കിൽ കോർട്ടെക്സ് അല്ലെങ്കിൽ വുഡി ഹെർബേഷ്യസ് പ്ലാന്റിൻ്റെ ബാർക്കിലും കോർട്ടെക്സിലൊക്കെ ആയിട്ട് നെക്രോട്ടിക് ആയിട്ടുള്ള ലെഷൻസ് കാണുന്നതാണ് എന്ത്, കാങ്കർ എന്ന് പറയുന്നത്. ഇനി ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ആൻഡ് ഡെത്ത് ഓഫ് യങ് ആയിട്ടുള്ള സീഡ്ലിങ് കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യും ഡെത്ത് ചെയ്യും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ അറ്റാക്ക് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സീഡ്ലിങ് കംപ്ലീറ്റ് ആയിട്ട് എന്താവും, കൊളാപ്സ് ആയിട്ട് പോകും. ഓക്കെ, എന്നിട്ട് അത് ഫൈനലി എല്ലാ പോർഷനും എന്താവും, ഫൈനലി അഫക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ എന്ത് സംഭവിക്കും, ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. അതായത് കൊളാപ്സ് ആൻഡ് ഡെത്ത് ഓഫ് യങ് സീഡ്ലിംഗ് ആണ് എന്ത്, ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അത് അറ്റാക്ക്ഡ് നിയർ ദയർ ഗ്രൗണ്ട് ലെവലിലാണ് അറ്റാക്ക് ചെയ്യുക. ഇനി അടുത്താണ് എന്ത്, വിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാടിപ്പോവുക, ഡീഹൈഡ്രേഷൻ, ഡ്രൈയിങ്, ഡ്രൂപ്പിംഗ് ആൻഡ് അൾട്ടിമേറ്റ് ഡെത്ത് ഓഫ് ഏരിയൽ പാർട്സ്. അതിങ്ങനെ ആദ്യം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് എന്താണ്, ഏരിയൽ പാർട്സൊക്കെ ഡെത്തായി പോകുന്നതിനെയാണ് എന്ത്, വിൽറ്റിംഗ് എന്ന് പറയാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈലം വെസൽസിൽ പ്ലഗിങ്, ഫംഗൈൻ്റെയൊക്കെ മ്യൂസിലേജിന് അല്ലെങ്കിൽ മ്യൂസിലേജ് സബ്സ്റ്റൻസിൻ്റെ പ്ലഗിങ് കാരണം സൈലം അടഞ്ഞു പോവുകയാണ്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഡീഹൈഡ്രേഷൻ, ഡ്രൈയിങ് കാര്യങ്ങൾ സംഭവിച്ചിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും, ഡെത്ത്, ഏരിയൽ പാർട്സിൻ്റെ ഡെത്ത് സംഭവിക്കും. ഇനി അടുത്താണ് എന്ത്, ബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആൻഡ് സീരിയസ് ഡാമേജ് ഓർ ഡെത്ത് ഓഫ് ടിഷ്യൂസിൻ്റെ സഡൻ ആൻഡ് സീരിയസ് ഡാമേജ് ആണ്. അവിടെ ഒരു ലീവിങ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് പാച്ചസ് ലീഫിലും ഫ്ലവറിലും ടിഗിലും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് സഡൻ ആൻഡ് സീരിയസ് ഡാമേജ് ആണ് ഡെത്ത് ഓഫ് ടിഷ്യൂസിന് കാരണമാവുന്നുണ്ട്. ഇവിടെ എന്താണ്, ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് പാച്ചസ് ലീവ്സിലും ഫ്ലവേഴ്സിലും ടിഗ്സിലും ഉണ്ടാവും. അതാണ് എന്താ, ബ്ലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എന്താ, ഗമ്മോസിസ് എന്ന് പറയുന്നത് ഒരു ആംബർ കളേർഡ് ആയിട്ടുള്ള, ക്ലിയർ അല്ലെങ്കിൽ ആംബർ കളേർഡ് ആയിട്ടുള്ള എക്സ്യൂഡ് ഉണ്ടാവും എവിടെ, ഇൻഫെക്റ്റഡ് പാർട്ടിൽ. പിന്നീട് ആ എക്സ്യൂഡ് എന്ത് ചെയ്യും, സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർ ഇൻസോൾയുബിൾ മാസ് ആയിട്ടോ സെറ്റ് ചെയ്യും. നമ്മൾ ഈ തെങ്ങിൻ്റെ മേലൊക്കെ കാണാം, തെങ്ങിൻ്റെ മേലെ എന്ന് വെച്ചാൽ ചില തേങ്ങയിൽ കാണാൻ പറ്റും ഇങ്ങനെ കട്ടിയുള്ളൊരു സാധനം. അതാണ് ശരിക്കും എന്ത്, ഗമ്മോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലിയർ അല്ലെങ്കിൽ ആംബർ കളേർഡ് ആയിട്ടുള്ള എക്സുഡേറ്റ് ആ ഇൻഫെക്റ്റഡ് പാർട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അത് പിന്നീട് എന്തായി മാറും, സോളിഡായി മാറും അല്ലെങ്കിൽ വാട്ടർ ഇൻസോൾയുബിൾ മാസായിട്ട് മാറും. അടുത്താണ് എന്ത്, സ്മഡ് എന്ന് പറഞ്ഞാൽ സൂട്ടി ആൻഡ് ഓർ ചാർക്കോൾ ലൈക്ക് പൗഡറി മാസ് കോമൺലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് ബൈ സ്മഡ്സ്. അതായത് ചാർക്കോൾ പോലെ, അതായത് നമ്മളെ
ചാർക്കോൾ പോലെയുള്ള പൗഡറി മാസ്, നമ്മൾ വെണ്ണീറൊക്കെ ഇതാക്കിയ പോലെ നമ്മൾ പ്ലാന്റ്സിൽ കാണാം, ചില ഇലയിലൊക്കെ എന്തോ ഒരു പൊടി പൊടി പോലെ കാണാം. അതാണ് എന്ത് സ്മഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി റസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ യെല്ലോ, റെഡ് യെല്ലോ, ആ കളർ ശ്രദ്ധിച്ചാൽ മതി. റസ്റ്റും സ്മഡും ഏകദേശം ഒരേപോലെ തോന്നും. ചാർക്കോൾ ലൈക്ക് പൗഡറി മാസ് ആണ് എന്താ, സൂട്ടി ഓർ ചാർക്കോൾ ലൈക്ക് പൗഡറി മാസ് ആണ് സ്മഡ് എന്ന് പറയുന്നത്. റസ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ റെഡ് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ പെസ്റ്റു ലൈക്ക് മാസ് ഓഫ് പൗഡറി സ്പോർസ്. അതൊന്നൊരു സ്പോറാണ് ശരിക്കും. ആ ഒരു സ്പോറ് പോലെ പൗഡറി ആയിട്ടുള്ള സ്പോർ ഉണ്ടാവുമായിരിക്കും. ഇവിടെ പെസ്റ്റു ലൈക്ക് പൗഡറി സ്പോർ ഉണ്ടായിരിക്കും. എപ്പിഡെർമിസിലൂടെ അതെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് സർഫസിൽ അപ്പിയർ ചെയ്യും. അതാണ് എന്ത് റസ്റ്റ് എന്ന് പറയുന്നത്. സ്മോളാണ് റെഡ്, യെല്ലോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ പസ്റ്റൂൾ ലൈക്ക് മാസ് ഓഫ് പൗഡറി സ്പോർസ് ബ്രേക്ക് ത്രൂ എപ്പിഡെർമിസ് ആൻഡ് അപ്പിയർ ഓൺ ദി സർഫസ്. ലീഫിൻ്റെ സർഫസിലൊക്കെ കാണാം. ഓക്കെ, മറ്റേതൊരു ചാർക്കോൾ ലൈക്കാണ്. ഇത് എന്താണ്, യെല്ലോ, റെഡ്, ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് എന്താ സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസ്. ജസ്റ്റ് ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.